ഇടതുമുന്നണി ഭരിക്കുന്ന പുനലൂർ നഗരസഭയെ വിമർശിച്ചുകൊണ്ട് CPI പുനലൂർ മണ്ഡലം സെക്രട്ടറിയും മുൻ നഗരസഭാ ഉപാധ്യക്ഷനും നിലവിലെ കൗൺസിലറുമായ VP ഉണ്ണികൃഷ്ണന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വിവാദമാകുന്നു. നഗരസഭയിലെ പ്ലാച്ചേരിയിൽ നടപ്പിലാക്കിയ ലൈഫ് മിഷൻ പദ്ധതിയുടെ ഫ്ളാറ്റ് സമുച്ചയത്തിൽ നിന്നും കുടുംബങ്ങൾ ഒഴിഞ്ഞു പോകുന്നു എന്നത് സംബന്ധിച്ചാണ് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ VP ഉണ്ണികൃഷ്ണൻ പോസ്റ്റ് ചെയ്ത. നിലവിൽ അടിസ്ഥാന സൗകര്യത്തിന്റെ പോരായ്മയും അശാസ്ത്രീയമായ നിർമ്മാണവും കാരണം ഫ്ളാറ്റിൽ നിന്നും കുടുംബങ്ങൾ ഒഴിഞ്ഞു പോകുകയാണ്. പാർട്ടിക്കുള്ളിൽ ചർച്ച ചെയ്യാതെയും പാർട്ടി നേതൃത്വത്തെ അറിയിക്കാതെയുമാണ് VP ഉണ്ണികൃഷ്ണൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്. സംഭവം സജീവമായ ചർച്ചയിലേക്ക് വരട്ടെ എന്നുള്ളതാണ് കൗൺസിലറുടെ നിലപാടും. ഇതിനകത്ത് യഥാർത്ഥത്തിൽ ഇവിടെ ഒരു സമരം, യഥാർത്ഥത്തിൽ ഇതൊരു ജനകീയ മാനുഷിക വിഷയമാണ്. ആ മാനുഷിക വിഷയം മനസ്സിലാക്കി ആദ്യം LDF നമ്മൾ ചർച്ച ചെയ്ത് ഇത് പരിഹരിച്ച് വരുമ്പോഴേക്കും കുറെ താമസം എടുക്കും. അപ്പം മാനുഷിക വിഷയം പെട്ടെന്ന് തന്നെ നമുക്ക് ജനങ്ങളിൽ എത്തിക്കാൻ ഒക്കുന്ന ഒരു മാർഗമാണിത്. അതുമാത്രമല്ല, ഞാനിത് പറയുമ്പോൾ അതിനകത്ത് പ്രത്യേകിച്ചും CPIയുടെ മണ്ഡല സെക്രട്ടറി എന്നുള്ള നിലയിൽ ഞാനിത് പറയുമ്പോൾ അത് പരിഹരിക്കാനുള്ള മാർഗം കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ആളുകളെ അത് ബോധ്യപ്പെടുത്തുകയാണ് ഞാൻ ഇതിലൂടെ ചെയ്തത്. ഇന്ന് പുനലൂർ നഗരസഭ എല്ലാ അജണ്ടയും തീർന്നതിന് ശേഷം നഗരസഭയുടെ UDF പാർലമെന്ററി പാർട്ടി ലീഡർ എൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു ഗൗരവമായ വിഷയം, നഗരസഭയിലെ ഫ്ലാറ്റിനെ കുറിച്ച് ഉള്ള വിഷയം ഗൗരവമായി ചർച്ചയുമായി ബന്ധപ്പെട്ട് എഴുന്നേറ്റ് ചർച്ച ചെയ്യും. അത് യഥാർത്ഥത്തിൽ വളരെ ഗൗരവമായൊരു വിഷയമാണ്. എന്നാൽ പ്രതിപക്ഷ നേതാവ് അതിനടുത്തേക്കെങ്ങും എത്തിയില്ല. നഗരസഭ അഭിമാനപൂർവ്വം തന്നെയാണ് അവിടെ ഒരു ഫ്ലാറ്റ് പണിതത്. അവിടെ ആ സ്ഥലം നമുക്ക് നഗരസഭയ്ക്ക് കൊടുക്കാവുന്ന സ്ഥലമാണ് അവിടെ കൊടുത്തിരുന്നത്. പലപ്പോഴും നമ്മൾ കാണേണ്ടത്, നമ്മൾ ഇന്നും ഈ പറഞ്ഞതുപോലെ വയലുകൾ നികത്തി ഫ്ലാറ്റുകളും വീടുകളും ഒക്കെ ഇന്നും വെക്കാറുണ്ട്. എന്നാൽ ലൈഫ് മിഷൻ ഈ പദ്ധതി അതിൻ്റെ എഞ്ചിനീയറിങ്ങുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ വിഷയങ്ങൾ അതിനകത്തുണ്ട്. നല്ല ഒന്നാന്തര ഒരു പ്രീ ഫാബ്രിക്കേറ്റഡ് നിർമ്മിതിയാണ് അവിടെ നിർമ്മിച്ചിരിക്കുന്നത്. അതിനകത്തൊന്നും എനിക്ക് തർക്കമില്ല. അവിടെ ഇപ്പോൾ ഗൗരവമായി ഉണ്ടായ വിഷയം, അവിടെ ആളുകൾ ഒഴിഞ്ഞു പോകുന്നു. അതിന് പ്രധാന കാരണം അവിടെ മാലിന്യ വിഷയമാണ്. ആ മാലിന്യ വിഷയം പരിഹരിക്കുക എന്ന ലക്ഷ്യമിട്ടാണ് ഞാൻ അത്തരത്തിലൊരു പോസ്റ്റ് ഒരുപക്ഷെ പ്രതിപക്ഷം ഉന്നയിക്കുന്നതിന് മുമ്പ് തന്നെ അത് ഉന്നയിച്ചത്. ആ കെണിയിലാണ് ഇന്ന് പ്രതിപക്ഷം വീണത്. പ്രതിപക്ഷ നേതാവ് തന്നെ സംസാരിച്ചത് നഗരസഭ CPIയുടെ പുനലൂർ മണ്ഡലം സെക്രട്ടറി ഉന്നയിച്ച വിഷയം, ഫേസ്ബുക്കിലൂടെ ഉന്നയിച്ച വിഷയം എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചത്. അതുമാത്രമല്ല, ഉപനേതാവും അങ്ങനെയാണ് സംസാരിച്ചത്. അവർക്ക് ഈ വിഷയവുമായി ഒരു ബന്ധവുമില്ല. അവർ പറയുന്നത് ആ ഫ്ലാറ്റിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉള്ള വിഷയമാണ്. അതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരു തകരാറുമില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് അവരെടുത്ത് കാണിച്ചു. അവരിത് ഗവൺമെന്റിൽ ഇത് പരാതി കൊടുത്തിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അവരൊരു സർട്ടിഫിക്കറ്റ് കാണിച്ചു. ഗവൺമെന്റ് കൊടുത്തൊരു സർട്ടിഫിക്കറ്റ് എന്താ, ഇതിനകത്ത് നിർമ്മിതിക്ക് സാങ്കേതികമായ തകരാറൊന്നുമില്ല. അതായിരുന്നു അവർ അഡ്രസ്സ് ചെയ്തത്. അവർ പറയുന്നത് എന്താ, അവിടെ താമസക്കാർ മുറി പൂട്ടിയിട്ട് പോകുന്നു, അവിടുന്ന് പുറത്തു പോകുന്നു എന്നുള്ള നിലയിലാണ്. എന്നാൽ ഈ യഥാർത്ഥത്തിൽ പ്രാഥമികമായ ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷെ ആ വാർഡിന്റെ കൗൺസിലർ ആ വിഷയം അഡ്രസ്സ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഇത് നഗരസഭയെ കൊണ്ട് മാത്രം പരിഹരിക്കാൻ കഴിയുന്ന ഒരു വിഷയമല്ല. ഇത് ലൈഫ് മിഷനും ശുചിത്വ മിഷനും കൂടി ചേർന്നുകൊണ്ട് നഗരസഭയുടെ അധ്യക്ഷതയിൽ ഒരു മീറ്റിംഗ് വിളിച്ചു ചേർത്ത് ഒരു വലിയ, ഇത് നമുക്ക് ഒരു ദിവസമോ 2 ദിവസമോ താൽക്കാലികമായ ഒരു പരിഹാരമല്ല വേണ്ടത്, ശാശ്വതമായ പരിഹാരം. അതിനൊരു നല്ല ചർച്ച നടത്തി, കൗൺസിലർമാരെ കൂടി വിശ്വാസത്തിലെടുത്ത് ഒരു ചർച്ച നടത്തി പരിഹരിക്കേണ്ട വിഷയമാണ്. ആ വിഷയത്തിലേക്ക് ആണ് ഞാൻ വിരൽ ചൂണ്ടിയത്. എന്നാൽ പ്രതിപക്ഷ നേതാവ് അത് വേണ്ടവണ്ണം മനസ്സിലാക്കിയിട്ടില്ലാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഫേസ്ബുക്ക് പോസ്റ്റ് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായും ഈ വിഷയം ഉന്നയിച്ച ആള് പലപ്പോഴും അവര് വിഷയത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഒരു അവസ്ഥ ഇതിനകത്ത് ഉണ്ടായി. അവരെ കെട്ടിടത്തിന്റെ കാര്യം മാത്രമാണ് പറഞ്ഞു വന്നിരുന്നതെന്നുകൂടി ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കാം. പക്ഷെ അവിടെയല്ല വിഷയം. ആ കെട്ടിടമൊക്കെ മനോഹരമാണ്, അതിനകത്തൊന്നും ഒരു തർക്കവുമില്ല. എടുത്ത സ്ഥലത്തിനുമല്ല തർക്കം.
അവിടെ യഥാർത്ഥ തർക്കം നമുക്ക് അതിലേക്കൂടെ പോകുന്ന വെള്ളം പിന്നെ അതെങ്ങനെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. മഴ പെയ്യുമ്പോൾ ഈ വെള്ളം ഉയർന്നു വരുന്നത്, അവിടെ ആദ്യത്തെ നിലയിലേക്ക് വെള്ളം കയറുന്ന ഒരു അവസ്ഥ, അതിനെങ്ങനെ നമുക്ക് പരിഹാരം ഉണ്ടാവാൻ സാധിക്കും. അതുപോലെ നമുക്ക് ഈ സെപ്റ്റേജ് മാലിന്യവുമായി ബന്ധപ്പെട്ട വിഷയം എങ്ങനെ പരിഹാരം കാണാൻ സാധിക്കും. അതാണ് നമ്മുടെ പ്രാഥമികമായ വിഷയം. അത് പരിഹരിച്ചു കഴിഞ്ഞാൽ ആ ഫ്ലാറ്റിൽ താമസിക്കുന്നതിനൊരു കുഴപ്പമില്ല. ദിനേശ സാർ അത് കൃത്യമായി പറഞ്ഞു. കേരളത്തില് ഇവിടെ മാത്രമല്ല മറ്റ് പലയിടങ്ങളിലും ഫ്ലാറ്റ് നിർമ്മിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അത് കരപുരയിടത്തിലായിരിക്കും. നമ്മുടെ നഗരസഭയ്ക്ക് ഈ സ്ഥലം മാത്രമേ കിട്ടിയുള്ളൂ. അപ്പോൾ അതാണ് അന്ന് ചെയ്തത്. ഇപ്പൊ അന്ന് ചെയ്തവര്, അന്ന് ആ കൗൺസിലിൽ ഇരുന്നവരാണ് ഇവരും. അങ്ങനെയെങ്കിൽ അന്ന് പറയാത്ത കാര്യം ഇന്ന് പറയുന്നത് എന്തിനാ? അത് വളരെ ബോധപൂർവം ആളുകളെ ആക്ഷേപിക്കാൻ, നഗരസഭാ കൗൺസിൽ ഇല്ലാത്തവരെ ആക്ഷേപിക്കാൻ ചെയ്ത കാര്യമാണ്. യഥാർത്ഥത്തിൽ ശരിയായ ദിശ, ഇന്ന് ഒരു ദിശാബോധം ഉള്ള ചർച്ചയാണ് നടന്നത്. അത് ചെയർപേഴ്സണും ദിനേശ സാറും ബിനോയ് രാജനും ഒക്കെ വളരെ കൃത്യമായി അതിന് ആൻസർ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് വളരെ വേഗത്തിൽ പരിഹരിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് അത് എത്തും. ആ വാർഡിന്റെ കൗൺസിലറും കൃത്യമായി ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് വർത്തമാനത്തിന് വേണ്ടി, വെറുതെ ഒരു വർത്തമാനത്തിന് വേണ്ടിയാണ് പ്രതിപക്ഷ നേതാവും അതുപോലെ ഉപനേതാവും ചേർന്ന് വർത്തമാനം പറഞ്ഞത് എന്നുള്ള കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ലൈഫ് മിഷൻ ഫ്ളാറ്റുമായി ബന്ധപ്പെട്ടുള്ള ഇടതുമുന്നണി നേതാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് തിങ്കളാഴ്ച കൂടിയ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ഏറെ വിമർശനകരമായ ചർച്ചകൾക്കും ഇടയാക്കി. ഭരണപ്രതിപക്ഷങ്ങൾ തമ്മിൽ വാക്കേറ്റവുമുണ്ടായി. ഞാൻ ചോദിക്കാം, അങ്ങനെ നിങ്ങൾ ഫ്ലാറ്റ് പഠിച്ച് അവർ വെള്ളം കേട്ട ശരിയാ ജ്യോതിപതിയെ താമസിക്കുമ്പോഴത്തെ ആളുകൾ നിരന്തരം വിളിക്കുക. അവർ മനുഷ്യ വിസർജിച്ച വാഴയാ. നിങ്ങൾ പോയി നിന്ന് നോക്കണം. മനുഷ്യ വിസർജിച്ച വാഴ ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ യൂറോപ്യൻ ടെക്നോളജിയാ, ലോകത്തൊന്നും ഇല്ലാത്ത ടെക്നോളജിയാണ് പറഞ്ഞുകൊണ്ട് ഷീറ്റ് കൊണ്ടുവന്നു. ഏതാ ഭരണസമിതിയുടെ പിടിപ്പുകേടും ഭരണപോരായ്മയുമാണ് ഫ്ളാറ്റ് സമുച്ചയം പരാജയത്തിലേക്ക് നീങ്ങുന്നതിനുള്ള കാരണമെന്ന് പ്രതിപക്ഷവും ആരോപിക്കുന്നുണ്ട്. ഇതിനിടെ ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട UDF പാർലമെന്ററി പാർട്ടി ലീഡർ ജയപ്രകാശ് തദ്ദേശ സ്വയംഭരണ വകുപ്പിന് പരാതിയും നൽകി. പുനലൂർ നഗരസഭയിലെ മുൻ നഗരസഭാ വൈസ് ചെയർമാൻ VP ഉണ്ണികൃഷ്ണൻ നഗരസഭയിലെ പ്ലാച്ചേരിയിലെ ഫ്ളാറ്റ് സമുച്ചയത്തിൽ നിന്നും ആളുകൾ ഒഴിഞ്ഞു പോകുന്നതിനെ സംബന്ധിച്ച് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കഴിഞ്ഞ ദിവസം ഇടുകയുണ്ടായി. കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി ഞങ്ങൾ കൗൺസിൽ യോഗങ്ങളിലും പുറത്തും ഈ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടൊന്നും ഇവർക്ക് മനസ്സിലാകാതിരുന്നിട്ട്
ഇപ്പോൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് ആളാകുന്നതിനെ കുറിച്ച് ഞങ്ങൾ കൗൺസിൽ യോഗത്തിൽ ചോദിക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ ഈ വിഷയം പല അവസരങ്ങളിലും ചൂണ്ടിക്കാണിക്കുകയും തദ്ദേശ സ്വയംഭരണ വകുപ്പിന് പരാതി നൽകിയ ആ പരാതിയെ തുടർന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് കഴിഞ്ഞ നവംബർ മാസം അത് സംബന്ധിച്ച പരാതി കൈപ്പറ്റി സ്വീകരിച്ച് ആ പരാതിയിൽ ഈ ലൈഫ് ഫ്ലാറ്റിനെ സംബന്ധിച്ചുള്ള വീഴ്ചകൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത് വന്ന് പരിശോധിച്ച് അവർ നൽകിയ അറിയിപ്പാണ് ഞങ്ങളുടെ കയ്യിലിരിക്കുന്നത്. ഞങ്ങൾ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടില്ല, പകരം ഞങ്ങൾ ഈ വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കൗൺസിൽ യോഗങ്ങളിൽ പല അവസരങ്ങളിൽ പറഞ്ഞു, സർക്കാരിൽ പോയി ബോധ്യപ്പെടുത്തി, തദ്ദേശ സ്വയംഭരണ വകുപ്പിന് ഇമെയിൽ പരാതികൾ പല അവസരങ്ങളിൽ നൽകി. അങ്ങനെ അതേ തുടർന്നാണ് അന്വേഷണം നടന്നത്. ആ ഫ്ലാറ്റിൽ ആളുകൾക്ക് താമസിക്കാൻ കഴിയില്ല, യാഥാർത്ഥ്യമാണ്. അവിടെ ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ മാലിന്യ സംബന്ധിച്ച് സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് കെട്ടിടത്തിൽ നിന്ന് അല്പം മുകളിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നു. മനുഷ്യ വിസർജ്യത്തിന്റെ ദുർഗന്ധം കാരണം അവിടെ ആളുകൾക്ക് നിൽക്കാൻ കഴിയില്ല. ആ കെട്ടിടം തകർന്നു വീഴുന്ന അവസ്ഥയിലാണ്. കെട്ടിടത്തിന് ഭൂമി കണ്ടെത്തിയതിനെ സംബന്ധിച്ച് ആക്ഷേപം ഇവരുടെ പാർട്ടിക്കാർ തന്നെയാണ് അത് കണ്ടെത്തിയത്. ആ പ്രദേശം വെള്ളക്കെട്ട, ഇതിന് ഉപയുക്തമായ സ്ഥലമല്ല. കോൺക്രീറ്റിന് പകരം സിമന്റ് ഷീറ്റുകൾ ഉപയോഗിച്ച കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. കെട്ടിടം ചോർന്നൊലിക്കുകയാണ്, ഡ്രെയിനേജ് മുഴുവൻ ബ്ലോക്കായി. അവിടെ താമസിക്കുന്ന ആളുകളെ യഥാർത്ഥത്തിൽ പൂവിട്ട് പൂജിക്കണം. ആ ദുരിതത്തിലാണ് പാവപ്പെട്ട ആളുകൾ. കുടിവെള്ളം കിട്ടുന്നില്ല. ആ വിഷയത്തെക്കുറിച്ച് പല അവസരങ്ങളിൽ കൗൺസിൽ പറഞ്ഞു, രേഖാമൂലം എഴുതി കൊടുത്തു, പരാതി കൊടുത്തു. നടപടിയൊന്നും ഉണ്ടാകാതെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്ന വിദ്വാൻമാർ മനസ്സിലാക്കേണ്ടത് അവർക്ക് പാർട്ടി കമ്മിറ്റി ഭരണം അവരുടേത്, ഇവിടെ നഗരസഭയുടെ ഭരണ നേതൃത്വത്തിലിരിക്കുന്ന അവരാളുകൾ, MLA അവരുടേത്, മന്ത്രിസഭ അവരുടേത്, വകുപ്പ് മന്ത്രി അവരുടേത്. ഇതൊക്കെ അഴിഞ്ഞിട്ടും ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നതിന് പകരം ഈ പ്രശ്നം പരിഹരിച്ച് പാവപ്പെട്ട ആളുകളെ സുരക്ഷിതമായി താമസിക്കാൻ അവസരം ഒരുക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ഇടതുപക്ഷത്തിന്റെ ഭരണകാലത്ത് തന്നെയാണ് നഗരസഭയുടെ മേൽനോട്ടത്തിൽ ഫ്ളാറ്റ് സമുച്ചയത്തിനായി പ്ലാച്ചേരിയിൽ ഭൂമി വാങ്ങിയതും പ്രാരംഭഘട്ട പ്രവർത്തനങ്ങൾ ആരംഭിച്ചതും. പദ്ധതിയെ ചൊല്ലി അന്നു മുതൽ തന്നെ ഇടതുമുന്നണിക്കുള്ളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. അടുത്ത ഇടതുപക്ഷ ഭരണസമിതി അധികാരത്തിലെത്തിയപ്പോൾ കൊട്ടിഘോഷിച്ചാണ് ഫ്ളാറ്റുകളിലേക്കുള്ള കുടുംബങ്ങളെ തെരഞ്ഞെടുത്തതും താമസം ആരംഭിച്ചതും. പ്രാരംഭകാലം മുതൽ പദ്ധതിയെ ചൊല്ലി പാർട്ടിക്കുള്ളിൽ തന്നെ CPM-ഉം CPI-യും രണ്ട് തട്ടിലായിരുന്നു. പൂർണ്ണമായും അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാതെ ഏറെ ദുരിതാവസ്ഥയിലാണ് ഫ്ളാറ്റിലെ കുടുംബങ്ങൾ താമസിക്കുന്നത്. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ഉദ്ഘാടനം നടത്തി കുടുംബങ്ങൾക്ക് വിട്ടു നൽകിയ ഫ്ളാറ്റിൽ 1 വർഷം പിന്നിട്ടിട്ടും അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഒരുക്കിയിട്ടില്ല. പ്രശ്നങ്ങളും പരാതികളും നിരവധി തവണയായിട്ടും നഗരസഭ പ്ലാച്ചേരിയിലെ ഫ്ളാറ്റ് സമുച്ചയത്തിലേക്ക് തിരിഞ്ഞുപോലും നോക്കുന്നില്ല എന്ന ആരോപണവും ഉയരുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഫ്ളാറ്റിൽ നിന്നും കുടുംബങ്ങൾ ഒഴിഞ്ഞു പോകുവാൻ തയ്യാറെടുക്കുന്നത്. നഗരസഭാ പരിധിയിൽ ഉൾപ്പെട്ട 18 കുടുംബങ്ങൾക്കാണ് ആദ്യഘട്ടത്തിൽ ഫ്ളാറ്റിൽ താമസ സൗകര്യമൊരുക്കിയത്. തുടക്കം മുതൽ തന്നെ ഏറെ വിവാദങ്ങളാണ് ലൈഫ് മിഷൻ ഫ്ളാറ്റ് സമുച്ചയവുമായി ബന്ധപ്പെട്ട പുനലൂരിൽ ഉയർന്നു വന്നിട്ടുള്ളത്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇടതു നേതാക്കൾ ഫ്ളാറ്റിനെതിരെ രംഗത്ത് വന്ന പാർട്ടിയെയും വെട്ടിലാക്കിയിരിക്കുകയാണ്. CPM-ഉം CPI-യും തമ്മിലുള്ള ശീതസമരവും ഇതോടെ മറനീക്കി പുറത്തു വരികയാണ്. ഇതിന് പുറമെ കാലാകാലങ്ങളായി പുനലൂർ നഗരസഭയുടെ കൗൺസിൽ ഹാളിൽ ഭരണസമിതിയുടെ ആദ്യ കസേരയിലിരിക്കുന്ന നഗരസഭ ഉപാധ്യക്ഷനായിരുന്നു. എന്നാൽ കഴിഞ്ഞ ഉപാധ്യക്ഷ തെരഞ്ഞെടുപ്പിന് ശേഷം ഭരണിക്കാവ് കൗൺസിലർ രഞ്ജിത്ത് രാധാകൃഷ്ണൻ വൈസ് ചെയർമാനായി അധികാരമേറ്റു. തുടർന്ന് കൗൺസിൽ ഹാളിലെ ആദ്യ കസേരയിലിരിക്കുന്ന CPM-ന്റെ സ്ഥിരം സമിതി അധ്യക്ഷനാണ്. ഉപാധ്യക്ഷന് വേണ്ടി കസേര വിട്ടുനൽകുവാൻ CPM അംഗങ്ങൾ തയ്യാറല്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ഇതും LDF-നുള്ളിൽ അസ്വാരസ്യങ്ങൾക്കിടയാക്കിയിട്ടുണ്ട്. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.